നിപ്പ ജാഗ്രതയിൽ സംസ്ഥാനം. പാലക്കാട് രോഗം സ്ഥിരീകരിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിനിടെ മകനും മറ്റൊരു കുട്ടിക്കും പനി സ്ഥിരീകരിച്ചു. ഇവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂരും. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം അരുൺ ആലത്തൂരിലേക്ക്. അരുൺ, പാലക്കാട് സ്വദേശിനിക്കാണ് 38 വയസ്സുള്ള യുവതിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറത്ത് ചികിത്സയിലായിരുന്ന ഈ യുവതിയെ ഇന്നലെ രാത്രിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകളുടെ സ്ഥിതി വിവരങ്ങൾ കൃത്യമായി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുട്ടിക്ക് പനി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് രാവിലെ വന്നത്. ഇപ്പോൾ മറ്റു ചില വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പാലക്കാട് നിപ്പ ആശങ്ക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നിപ്പ ബാധിച്ച 38 വയസ്സുകാരിയുടെ നില ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. ആദ്യം പാലക്കാട് മണ്ണാർക്കാട് ആശുപത്രിയിലായിരുന്നു അവരെ പ്രവേശിപ്പിച്ചിരുന്നത്. പിന്നീട് പെരിന്തൽമണ്ണയിലേക്ക്, മലപ്പുറം പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ നിന്നും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് അവരെ മാറ്റിയിരിക്കുന്നത്. അവരുടെ ചികിത്സ ഒരു ഭാഗത്ത് തുടരുമ്പോഴും ആശങ്ക ഉയർത്തുന്ന കാര്യം എന്നുള്ളത് കൂടുതൽ പേർക്ക് പനി, അവരുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള കൂടുതൽ പേർക്ക് പനി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നിലവിലൊരു 3 കുട്ടികൾക്ക് കൂടി ഇപ്പോൾ പനി അനുഭവപ്പെടുന്നുണ്ട്. അവരെ ഈ ഒരു യുവതിയുടെ ഒരു 12 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് ഇപ്പോൾ പനി എന്ന തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും സ്രവം ശേഖരിച്ചിട്ടുണ്ട്, അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യുവതിയുടെ ബന്ധുവായ 10 വയസ്സ് ഉള്ള കുട്ടിയുടെ ഇന്നലെ പനി കണ്ടതോടെ അവരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഈ കുട്ടിയെ കൂടാതെയാണ് 3 കുട്ടികളുടെ കൂടി സാമ്പിൾ ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി സ്രവ സാമ്പിൾ എടുത്തിരിക്കുന്നത്. സമ്പർക്ക പട്ടികയിലുള്ള മറ്റാർക്കും നിലവിൽ രോഗലക്ഷണങ്ങളില്ല എന്നുള്ളതാണ്. അതേസമയം ആരോഗ്യ നില മോശമായ സാഹചര്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ നിന്നും ഈ യുവതിയെ കോഴിക്കോട്ടേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും വളരെ ജാഗ്രത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷവും നമുക്ക് ജില്ലയിൽ നിന്നും ലഭിക്കുന്ന വിവരം. കൂടുതൽ പാലക്കാട് മെഡിക്കൽ കോളേജിലും മറ്റുമൊക്കെ കൂടുതൽ സജ്ജീകരണങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങൾക്ക് സമീപിക്കുന്നതിന് വേണ്ടി ഒരു കൺട്രോൾ റൂം ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ആ കൺട്രോൾ റൂം നമ്പറും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണം എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾ അവിടുത്തെ ഈ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണം. മാസ്ക് ധരിക്കുന്നതും സാനിറ്റൈസ് ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശവും അധികൃതർ അറിയിക്കുന്നുണ്ട്. പാലക്കാട് നിപ്പ ജാഗ്രത തുടരുകയാണ്. പാലക്കാടുള്ള യുവതിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവിടെ 2 കുട്ടികൾക്ക് പനി ബാധിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ സ്രവ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നിപ്പ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് യുവതി ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് ദിസ്ന? വിനോദ്, കോഴിക്കോട് ജില്ലയിലാണ് ഈ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് സ്വദേശിയായ 38 വയസ്സുകാരിയെ ഇന്നലെ രാത്രി 11:06 കൂടിയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. KSRWSA വാർഡിൽ വെന്റിലേറ്റർ സൗകര്യത്തോടെ ഒരുക്കിയ ഐസൊലേഷൻ വാർഡിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. രോഗിയുടെ ആരോഗ്യനില ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരുന്നു. അവരുടെ വിവരങ്ങൾ അനുസരിച്ച് രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ T ജയേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ VK ഷമീർ, ഡോക്ടർ E ഡാനിഷ്, ഡോക്ടർ R ഗായത്രി, PG വിദ്യാർത്ഥികളായ ഡോക്ടർ സിദ്ധാർത്ഥ് എന്നിവർ ഈ രോഗിയെ പരിശോധിച്ച് വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പോർട്ടബിൾ വെന്റിലേറ്റർ സൗകര്യത്തോടെയുള്ള മൊബൈൽ ആംബുലൻസിലാണ് രോഗി ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള നിരീക്ഷണവും രോഗിയെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളും ഒക്കെ
ാക്കുകയാണ്. എന്തായാലും മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളോടൊക്കെ തന്നെയും മാസ്ക് ഉൾപ്പെടെ നിയന്ത്രണത്തിലൂടെ വരണമെന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പനി മുതലായ ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പ്രകടമാവുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കരുതെന്നും മറിച്ച് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടേണ്ടതാണെന്നൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോഴും ക്വാറന്റൈനിൽ കഴിയുകയാണ് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിനോദ്, സംസ്ഥാനത്ത് നിപ്പ ഭീതി വളരെ ആശങ്കാജനകമായി മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ജില്ലയിലുള്ള 38 വയസ്സുള്ള യുവതിയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. പാലക്കാട് കനത്ത ജാഗ്രതയാണ് ഉള്ളത്. വിവരങ്ങൾ പാലക്കാട് നിന്ന് നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്ന് ദിസ്ന സുരേഷും റിപ്പോർട്ട് ചെയ്യുന്നു.